പുതുവർഷാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ദുബായ് ബുർജ് ഖലീഫയിൽ പൂർത്തിയായി. 8 ലക്ഷത്തോളം പേരാണ് ബുർജ് ഖലീഫയ്ക്ക് മുന്നിലെ ആഘോഷത്തിൽ പങ്കെടുക്കുക. ഭൂമിയിലും ആകാശത്തും വെള്ളത്തിലുമൊക്കെ അത്ഭുതങ്ങൾ. ആ അത്ഭുതങ്ങൾക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ലോകത്തെ വിസ്മയിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദുബായും ബുർജ് ഖലീഫയും. ദുബായിയുടെ ചരിത്രത്തിലോ അല്ലെങ്കിൽ UAEയുടെ ചരിത്രത്തിലോ ഇന്നു വരെ കാണാത്ത മഹാത്ഭുതം എന്നുള്ള വിശേഷണത്തോടു കൂടിയാണ് പുതുവർഷാഘോഷത്തിന് ദുബായ് ഒരുങ്ങുന്നത്. ഏറ്റവും പ്രധാനം, ഇത്തവണ മുൻപൊന്നുമില്ലാത്ത വിധത്തിൽ ഗ്രാൻഡ് പരേഡ് നടക്കാൻ പോകുന്നു. വൈകുന്നേരം 8 മണിയോടുകൂടിയാണ് ബുർജ് ഖലീഫയ്ക്ക് സമീപത്തുള്ള റോഡിലൂടെ റാഷിദ് ബോളിവാർഡ്, ബുർജ് ഖലീഫ സ്ട്രീറ്റ്, അതിലൂടെയൊക്കെ ഇത്തരത്തിലുള്ള ഗ്രാൻഡ് പരേഡ് നടക്കാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ ഈ കാണുന്ന വെള്ളത്തിൽ മഹാത്ഭുതം സംഭവിക്കും. ഇവിടെ 100 കണക്കിന് നർത്തകരാണ് UAEയുടെ ദുബായിയുടെ വളർച്ചയും പരിണാമവും ഒക്കെ ഉൾച്ചേർത്തിട്ടുള്ള നൃത്തം അവതരിപ്പിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് ബുർജ് ഖലീഫ. ഇതുവരെ ബുർജ് ഖലീഫയിൽ കാണാത്ത വിധത്തിലുള്ള അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ലേസർ ഷോയും വെടിക്കെട്ടും കരിമരുന്ന് പ്രയോഗങ്ങളും ഒക്കെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത, കഴിഞ്ഞ ജൂണിൽ തന്നെ ഇതിന്റെ ഒരുക്കങ്ങളൊക്കെ ആരംഭിച്ചിരുന്നു. എന്ന് പറയുമ്പോൾ ജൂൺ മുതൽ ഡിസംബർ വരെ നീണ്ടു നിൽക്കുന്ന 6 മാസത്തെ ഒരുക്കത്തിന് ശേഷമാണ് ബുർജ് ഖലീഫയും ദുബായും ലോകത്തെ പുതിയ കാഴ്ചകളുമായി പുതുവർഷത്തെ വരവേൽക്കാൻ പോകുന്നത്. ഏതാണ്ട് 20,000-ഓളം വെടിക്കെട്ട് ഉപകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ദുബായ് മാളിൽ നിന്നും ബുർജ് ഖലീഫയിലേക്കുള്ള മാസ്മരികമായിട്ടുള്ള ആകാശ നടത്തമുണ്ടാകും. അതോടൊപ്പം തന്നെ നൃത്തത്തിനുള്ള പരിശീലനങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞ ദിവസങ്ങളിലെന്ന് ബുർജ് ഖലീഫയും ഇമാറും അറിയിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കഴിഞ്ഞ് ഇന്ന് മാത്രം തീരുന്നതല്ല ഈ ആഘോഷം എന്നുള്ളതാണ് അതിനേക്കാൾ വലിയ സവിശേഷത. ഇന്നു മുതൽ 8 ദിവസം, അതായത് ജനുവരി 7 വരെ നീണ്ടു നിൽക്കുന്നതാണ് ബുർജ് ഖലീഫയിലെ വെടിക്കെട്ടുകളും അത്ഭുതങ്ങളും. എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരം ഉണ്ടാകും. മ്യൂസിക്കൽ ഫൗണ്ടെയിൻ അടക്കമുള്ളവ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞു. വീണ്ടും ഓർക്കുക, 8 ലക്ഷം പേർ ഇവിടെ എത്തുമെന്നുള്ളതാണ് അധികൃതർ കണക്ക് കൂട്ടുന്നത്. ദുബായ് നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഹത്തയിലുമൊക്കെ അടക്കം 27 ലക്ഷം പേരാണ് പുതുവർഷം ആഘോഷിക്കാൻ എത്തുന്നത്. അതിൽ 8 ലക്ഷം ആളുകളും ഇവിടെ തന്നെ ഉണ്ടാകും. ഏതാണ്ട് ഒരു 180ഓളം രാജ്യങ്ങളിൽ നിന്നുമുള്ള സന്ദർശകർ പുതുവർഷം ആഘോഷിക്കാൻ ഇവിടെ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷ കണക്കുകൂട്ടൽ. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളെല്ലാം തന്നെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. എന്തായാലും ഒരു കാരണവശാലും ആരെയും നിരാശപ്പെടുത്തില്ല ഇത്തവണ ദുബായും ബുർജ് ഖലീഫയും. ബുർജ് ഖലീഫയ്ക്ക് മുന്നിൽ നിന്നും മുഷീർ കൊടിയിലൊപ്പം സുരേഷ് വള്ളിമുറ്റം, മാതൃഭൂമി.